ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളെ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ ഉപകാരമാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ അടുത്ത പറമ്പിലായാലും ഇതുപോലെ തെങ്ങുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെച്ചോളൂ. അപ്പോൾ നമുക്ക് അതിൽ കാണുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു DIY ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഈ കൊതുമ്പ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ കൊതുമ്പ് എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ ഞാനിവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ ഇത് ചില സമയത്ത് നമുക്ക് നല്ല നീണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നതൊക്കെ കുറച്ച് പൊളിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഫുള്ളായിട്ട് ലെങ്ത് വൈസിൽ എനിക്ക് കിട്ടിയില്ല. ഇതുപോലെ കട്ടായിട്ടാണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഞാനൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ തടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു മണി പ്ലാന്റ് വെറുതെ ഒരു കമ്പ് കുത്തിയതാട്ടോ. അപ്പോൾ ആ കമ്പിന്നിപ്പോൾ പുതിയ ഒരു ചെടി മുളച്ച് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയുള്ള തെങ്ങിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത ഐറ്റംസ് ഇത്രയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ DIY ചെയ്യാം. അതിന് ഞാനിവിടെ ഒരു വടി എടുത്തിട്ടുണ്ട്. ഇത് മുളയുടെ വടിയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വടിയായാലും കുഴപ്പമില്ല, ഇച്ചിരി സ്ട്രോങ് ആയിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഒരു തുണി, ഇതിപ്പോൾ ഞാനൊരു ചുരിദാറിൻ്റെ ഒരു ടോപ്പിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നൈറ്റിയോ ഇനി എന്ത് പഴയതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന തുണി ആ വടിയിൽ അളവ് വെച്ച് നോക്കുക. കുറച്ച് ഭാഗം താഴോട്ട് ഇട്ടിട്ട് ബാക്കി ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മണി പ്ലാന്റ് നമ്മൾ ഹൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ തുണി മാത്രമാണ് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ തുണി റോൾ ചെയ്ത ശേഷം നമ്മളിപ്പോൾ പറിച്ചെടുത്ത കൊതുമ്പുണ്ടല്ലോ, അത് നമ്മൾ അതിൽ മൊത്തം ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നീളത്തിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായേനെ, ഒറ്റ ഇതായിട്ട് ലെങ്ത് വൈസിൽ വെക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇത് ജോയിൻ ചെയ്ത് നമുക്കിതിൽ ചുറ്റിയെടുക്കാം. ഞാനിവിടെ ചനം കയറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊന്നുമില്ല. ഇപ്പോൾ ചനം കയർ കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ കൊതുമ്പുണ്ടല്ലോ, അത് ആ തുണി കാണാത്ത രീതിയിൽ മൊത്തത്തിൽ ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ അകത്ത് തുണി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇത് ഇത്രയും എന്താ പറയുക, ചകിരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കുന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാനിതിപ്പോൾ ഫുള്ളായിട്ട് ഏറ്റവും താഴെ വരെ ചുറ്റിയിട്ടുണ്ട്. ഈ കൊതുമ്പ് തീരുന്നതനുസരിച്ച് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമുക്ക് ചകിരി ഉണ്ടെങ്കിൽ, നമ്മൾ തേങ്ങ പൊതിച്ചതിൻ്റെ ചകിരി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചകിരിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലുണ്ടായിരുന്ന പഴയ തുണി വെച്ച് ചെയ്യുന്നത്. തുണിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആണല്ലോ, വീട്ടിലുണ്ടാവുമല്ലോ പഴയ തുണികളൊക്കെ. അപ്പം അതുകൊണ്ടാണ് അത് വെച്ച് ചെയ്യുന്നത്. ഇത് 0 കോസ്റ്റ് ആണ്. 1 രൂപ പോലും നമ്മൾ മുടക്കുന്നില്ല. വടിക്കും ഉള്ളിലുള്ള തുണിക്കും അതേപോലെ ഈ കൊതുമ്പൊക്കെ നമുക്ക് തെങ്ങുണ്ടെങ്കിൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ 0 കോസ്റ്റ് DIY ആണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലിമ്പിംഗ് സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ വെള്ളം കൊണ്ട് നനച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിൽ തുണിയും ഈ കൊതുമ്പും എല്ലാം നല്ല രീതിക്ക് നനഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ലപോലെ വാട്ടറിൽ, ഇപ്പോൾ വലിയൊരു ക്യാനിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്ര വലിയ ക്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൈപ്പിൽ ജസ്റ്റ് ഇങ്ങനെ നനച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെടിയുടെ വലുപ്പം അനുസരിച്ച് സ്റ്റിക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ചെറിയ ചെടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ കമ്പ് ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചെടി, മണി പ്ലാന്റ് ആണ്.
അപ്പോൾ ഇതിന് ഇങ്ങനെ ക്ലിംബ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് നമ്മളുടെ ചട്ടിയിൽ വെച്ചിട്ട് നല്ലോണം സ്ട്രോങ് ആക്കി കൊടുക്കുക. അവിടെ ഇളകി വരാതെ രീതിക്ക് നല്ലോണം അമർത്തി അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഈ മണി പ്ലാന്റ് ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ വേര് വരുന്ന ഭാഗം ഈ സ്റ്റിക്കിൽ ഒട്ടിയിരിക്കണം. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു സിങ്കോണിയം എങ്ങനെയാണ് ഇങ്ങനെ പടർത്തി വിടുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സിങ്കോണിയത്തിന് ഇതേപോലെ ലീവ്സിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ വേര് വരും കേട്ടോ. അപ്പോൾ ആ വേരനുസരിച്ച് വേര് വരുന്ന ഭാഗം ഇതുപോലെ സ്റ്റിക്കിൽ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതിൽ പിടിച്ചോളും. ആദ്യം താഴെ ഒന്ന് കെട്ടിക്കൊടുക്കുക, പിന്നെ നടുക്കോ മുകളിലോ അതേ ചെടിയുടെ വലുപ്പം അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3 ചെടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 3 ചെടിയും ഞാൻ ഇതുപോലെ ആ വേര് വരുന്ന ഭാഗം ആ സ്റ്റിക്കിൽ ഒട്ടി നിൽക്കാൻ ഭാഗത്തിനാണ് ഫുള്ളായിട്ട് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല ഇതിൻ്റെ അകത്ത് തുണിയാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന്. ചകിരി കൊണ്ട് ഉണ്ടാക്കിയ പോലെ തന്നെ തോന്നും. പിന്നെ ഇതിങ്ങനെ വെക്കുന്നതുകൊണ്ട് നനവുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നനവുള്ളത് കൊണ്ട് ഈ വേരുകൾക്ക് പിടിച്ച് കയറാൻ എളുപ്പമായിരിക്കും. നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെടിക്ക്. ഇപ്പോൾ നമ്മളിവിടെ മണി പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ വേറെ ഒന്ന് ചെയ്തായിരുന്നു. അത് നമ്മളുടെ ഫിലോഡ്രനം ലൈമാണ് വെച്ചിരിക്കുന്നത്. അതൊരു കുഞ്ഞു ചെടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇതും സെയിം തന്നെയാണ് കേട്ടോ. പഴയ തുണി ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ 0 കോസ്റ്റ് DIY ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.